ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹിമ. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എങ്ങനെയാണ് യു കെയിലേക്ക് എത്തിയത്, ആ എന്താണ് ഞാൻ പഠിച്ചത്, ആ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചോട്ടിൽ, അതായത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തു, ഇതൊക്കെ ഭയങ്കര ആക്ടിങ് ആണ്, അതായത് ഞാൻ ആക്ട് ചെയ്യുവാണ്, പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരുന്ന് വായി തോന്നിയത് വിളിച്ചു പറയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത്, ഞാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, എൻ്റെ കാര്യമാണ് പറയുന്നത്. വേറെ ഒരാളുടെ കാര്യവും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. അപ്പം കുറേ പേര് എന്നോട് ചോദിക്കുവാ, യു കെയിൽ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൈസക്കാരി ആവാവോ, പിന്നെ ഞാൻ വെറുതെ കള്ളത്തരം പറയുകയാണ്, ഇവിടെ വന്നാൽ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും, ഞാൻ കള്ളത്തരം പറയാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വലിയ കാശുകാരാവാമെന്നോ അങ്ങനത്തെ യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമാണ്. അതായത് ഞാൻ ഇങ്ങോട്ട് എങ്ങനെ വന്നു, അതായത് ഈ BSc തന്നെ പഠിക്കണം, GNM പഠിച്ചവർക്കൊന്നും പറ്റില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട്. ഞാൻ അങ്ങനെയായിരുന്നു. ചിലപ്പം അങ്ങനെ ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ ഒരാൾക്കെങ്കിലും അത് ഹെൽപ്പ് ആവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അതായത് എനിക്കൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു നിലയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എനിക്ക് അത്രയും ഹെൽപ്പൊന്നും എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ സ്വന്തം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ പറയുന്നത് കൊണ്ട് ഒരാൾക്കെങ്കിലും ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ പിന്നെയും പറയാം, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. വേറെ ഒരാളെക്കുറിച്ചും ഞാൻ ഒരു കാര്യവും ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെ എത്തി, ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ എങ്ങനെ ജീവിക്കുന്നു, അത്രയും കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ യു കെയിൽ വന്നാൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കണ്ടായി കുറച്ച് പേര്. അപ്പം അവരോട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അത് ഞാൻ പ്രത്യേകം പറയാം, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരും വരുന്ന സിറ്റുവേഷൻസ് അതെല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം. എൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അച്ഛൻ, അമ്മ, പിന്നെ ഒരു അനിയൻ അനിയത്തിയാണുള്ളത്. അനിയനും അനിയത്തിയും പഠിക്കുവാണ്. അതായത് ഒരാൾ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒരാളിപ്പോൾ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും കൂലിപ്പണിക്ക് പോകുന്നതാണ്. അച്ഛന് ജോലി ചെയ്യാൻ ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ ആയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫിനാൻഷ്യലി വലിയ സ്റ്റേബിൾ ഒന്നും ആയിട്ടുള്ള ഒരു ഫാമിലി അല്ല. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയെങ്കിലും അത്യാവശ്യം നല്ല സാലറി ഉള്ള ഒരു ജോലി വാങ്ങണം, എൻ്റെ ഫാമിലി സ്റ്റേബിൾ ആക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ പഠിച്ചത് GNM ആണ്. +2 കഴിഞ്ഞപ്പോൾ എനിക്ക് GNM ആണ് പഠിച്ചത് തന്നെ എനിക്ക് ഒരു സ്പോൺസർഷിപ്പ് കിട്ടി. ഞാൻ അങ്ങനെയാണ് എൻ്റെ നഴ്സിംഗ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണ് ആ വീട്ടിലെ മൂത്ത കുട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വേണം എൻ്റെ ഫാമിലി നോക്കാൻ എന്നുള്ള ഒരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പറ്റുന്ന ഓപ്ഷൻ നോക്കി ഇങ്ങനെ കയറി വന്നു, ഇവിടെ വന്നു. അപ്പം എൻ്റെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഈ ജോബ് അത്യാവശ്യം നല്ല ജോബ് തന്നെയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ലാവിഷായിട്ട് ഭയങ്കര ക്യാഷായിട്ട് ജീവിക്കുക അങ്ങനെ ഞാൻ പറയത്തില്ല. പക്ഷേ എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്പാണ്. ഇപ്പം ചിലപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ലാവിഷാക്കി അടിച്ചു പൊളിക്കാൻ, വേറെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടൊന്നും ഇല്ല, വേറെ നാട്ടിൽ വേറെ എന്താ പറയുക കടവും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ വന്നാൽ ചിലപ്പോൾ ഇവിടുത്തെ ആ ഒരു പൈസ കൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള പൈസ കിട്ടുമായിരിക്കും. പക്ഷേ എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഫാമിലി നോക്കണം, എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം. ഇപ്പം ഞാൻ മാരീഡാണ്, ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. അപ്പം ഇവിടുത്തെ കാര്യങ്ങളും ഞങ്ങൾ നോക്കണം, അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലീൻ്റെ കാര്യങ്ങളും ഞങ്ങൾ നോക്കണം. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്നത് 20,000 രൂപ. 20,000 ആയിരുന്നു എൻ്റെ ബേസിക് സാലറി. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്നെ അറിയുന്നവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, പണ്ട് തൊട്ടേ എൻ്റെ ആഗ്രഹം എന്താ, നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ജീവിതത്തിലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയായിരുന്നു, എനിക്കൊരു വീട് വെക്കണം. എനിക്ക് വീടില്ല എന്നല്ല പറയുന്നത്, വീടുണ്ട്, പക്ഷെ നല്ലൊരു വീട് വെക്കണം. ചെറിയ വീടായിരുന്നു, സൗകര്യങ്ങളൊന്നും അത്ര ഇല്ലായിരുന്നു. പണ്ട്
ഈ ഫ്രണ്ട്സിനെ ഒന്നും വീട്ടിലേക്ക് അടുപ്പിക്കില്ലാത്ത ആ ഒരു ടൈപ്പായിരുന്നു ഞാൻ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, ചിലപ്പം അന്ന് അത്രയ്ക്കുള്ള ബോധമൊക്കെ അല്ലേ ഉള്ളൂ. അവർ വീട്ടിൽ വന്നാൽ ചിലപ്പോൾ എന്ത് ചിന്തിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ വീട്ടുകാർ ഫ്രണ്ട്സിനെ ഒന്നും അങ്ങനെ അധികം വീട്ടിലേക്കൊന്നും കൂട്ടിക്കൊണ്ട് വന്നിട്ടോ അങ്ങനെയൊന്നുമില്ല. അപ്പം പണ്ട് തൊട്ടേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വീട് വെക്കുക എന്നുള്ളതായിരുന്നു. അത് സാധിച്ചത് ഇവിടെ വന്നിട്ടാണ്. അപ്പം വിചാരിക്കും ഇവിടെ വന്ന് ഞാൻ കാശുണ്ടാക്കിയിട്ട് വീട് വെച്ചതാണ്. അല്ല, പക്ഷെ ഞാൻ ലോൺ എടുത്താണ് വീട് വെച്ചത്. ആ ലോൺ എടുത്താലും എൻ്റെ നാട്ടിൽ ഒരു മാസത്തെ 20,000 രൂപ എൻ്റെ ശമ്പളം വെച്ചിട്ട് എനിക്ക് ആ ലോണിൻ്റെ അടവ് അടച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. പക്ഷെ ഇവിടെ വന്നാൽ എൻ്റെ മുമ്പിലൊരു വഴിയുണ്ട്. ഓ, ഞാൻ ഇത്ര ലോൺ എടുത്തു, വീട് വെച്ചു. വീട് വെച്ചാൽ അതിൻ്റെ മാസമുള്ള ഒരു അടവ് അതെന്നെക്കൊണ്ട് അടയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ഇപ്പം ഞാൻ പറയാം, എനിക്കൊരു മാസം ഒരു 50,000 രൂപ വെച്ചാണ് ഒരു വീടിൻ്റെ EMIൻ്റെ അടവ് വരുന്നതെങ്കിൽ, നാട്ടിലായിരുന്നെങ്കിൽ എന്നെക്കൊണ്ട് അത് പറ്റത്തില്ലായിരുന്നു. എനിക്ക് ആ കിട്ടുന്ന സാലറിയിൽ എൻ്റെ കാര്യങ്ങൾ നോക്കണം, എല്ലാ കാര്യവും വീട്ടിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ, പിന്നെ വീടിൻ്റെ അടവ്, ഇതെല്ലാം കൂടി എന്നെക്കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇവിടുത്തെ കാര്യങ്ങളും നടക്കുന്നുണ്ട്, നാട്ടിലേക്കുള്ള എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കൊടുക്കാനുള്ള അത്യാവശ്യം ചെറിയൊരു പൈസ കൊടുക്കാനുള്ളത്, പിന്നെ ഈ ലോണ് അടവ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലെ എന്നെപ്പോലെ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ലാത്ത ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്കാണെങ്കിൽ, അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മിക്കവാറും ഇവിടെ ഒരു ജോബ് കിട്ടുക എന്ന് പറയുമ്പോൾ ഹെൽപ്പ് തന്നെയായിരിക്കും. ഭയങ്കരമായിട്ട് സമ്പാദിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അത് ഓക്കെയാണ്. ഇവിടുത്തെ ചിലവൊക്കെ കൂടുതലാട്ടോ. അപ്പം നാട്ടിൽ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 2 ലക്ഷം അല്ലെങ്കിൽ 2.5 ലക്ഷം സാലറി ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ, ഓ, അത്രയും പൈസ ഉണ്ടെങ്കിൽ, ഞാനും അങ്ങനെ വിചാരിച്ച ഒരാളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഇവിടേക്ക് UK ആരെങ്കിലും കയറി വരുവാന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പോ 2-2.5 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ എന്ത് സുഖമാണ്, പിന്നെ ഒന്നും നോക്കണ്ട അങ്ങനെ വിചാരിക്കാം. അങ്ങനെ ഒരു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനും. പക്ഷേ ഇവിടെ വരുമ്പം നമുക്ക് ഇവിടെ അതിൻ്റേതായ ചിലവുകൾ വേറെയുണ്ട്. ഇപ്പം 2.5 ലക്ഷം രൂപ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പം എനിക്കൊരു 2 ലക്ഷം രൂപ കിട്ടുന്നുണ്ടെന്ന് കരുതുക. ഇവിടെ ഞാനൊരു ഫ്ലാറ്റ് പോലെ ഒരു താമസിക്കുന്നത്. അതായത് ഒരു റൂമ്, കിച്ചണ്, ഹാള്, ബാത്റൂം. ആ വീടിൻ്റെ റെൻറ്റ് വരുന്നത് നാട്ടിലെ ഏകദേശം 70,000 രൂപേൻ്റെ അടുത്താണ്. അപ്പം നിങ്ങൾ ചിന്തിക്കണം, ഈ 2 ലക്ഷം രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 70,000 രൂപ ഞാൻ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞിട്ടൊരിതുണ്ട്, അത് എനിക്കിവിടെ ഒരു 15,000 രൂപ വരുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ വാട്ടറിൻ്റെ ബില്ല്, ഇലക്ട്രിസിറ്റീൻ്റെ ബില്ല്, പിന്നെ എന്താ പറയുക, അപ്പം നമുക്ക് കിട്ടുന്നതിൽ നല്ലൊരു പൈസ നമുക്ക് ഇവിടെ തന്നെ ചിലവാകുന്നുണ്ട്. പിന്നെ ഇവിടെ ടാക്സ് ഉണ്ട്, 20% എങ്ങാനും ടാക്സ് പിടിച്ചതിന് ശേഷം ബാക്കി എമൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് വന്നതെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. എക്സ്ട്രാ ഡ്യൂട്ടി, ഇപ്പം NHS, അതായത് നേഴ്സാണ് ഞാൻ. അപ്പം എനിക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഡ്യൂട്ടി ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എക്സ്ട്രാ ഡ്യൂട്ടി ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇങ്ങനെ പോകാവുന്നതേ ഉള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തായാലും UK വന്നത് മോശമാണ് അല്ലെങ്കിൽ തെറ്റായി പോയി എന്ന് എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല. ഇപ്പം മറ്റേ ആൾ അതിൽ കമൻറ്റ് ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓ, ഇനി എന്താ പറയുക, നീ ഇവിടെ വന്നോ, നിങ്ങളുടെ കഷ്ടകാലമാണെന്ന് കരുതിയാൽ മതി എന്നാ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, ചിലപ്പോൾ അവർക്ക് അങ്ങനെ ആയിരിക്കും അനുഭവം, പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല, എനിക്കങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ചിലപ്പം സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന ഒരാൾക്കാണെങ്കിൽ ഇവിടുന്ന് അവർക്ക് പഠിക്കാനുള്ള ഫീസ്, പിന്നെ അതിൻ്റെ ഇടയിൽ പാർട്ട് ടൈം വർക്ക്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു PSW എടുത്ത് പിന്നെ അതിനെ ഒരു വിസ സ്പോൺസറെ കണ്ടുപിടിച്ച്, ചിലപ്പോൾ അത് പാടായിരിക്കാം അവരെ സംബന്ധിച്ച്. അവരത്രയും പൈസ മുടക്കി ഇവിടെ വന്ന് പിന്നെയും ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കാം, എനിക്കറിയത്തില്ല. ഓരോരുത്തരും ഞാൻ ഡിഫറൻ്റ് ആയിട്ടുള്ളവരെ കാണുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അത് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം. ഓരോരുത്തർക്കും ഡിഫറൻ്റ് അഭിപ്രായമുള്ള, എല്ലാവർക്കും ഇങ്ങനെയാണ്, എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ആ ചേട്ടനാണോ എനിക്കറിയില്ല, ആ ചേട്ടൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് മുമ്പേ തന്നെ നിങ്ങൾക്ക് മുന്നേ തിരിച്ചു പോയ ഒരാളാണ്, അപ്പം ഞാൻ നുണ പറയുവാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഓരോരുത്തർക്ക് ചിലപ്പോൾ ആ ചേട്ടൻ ഇവിടെ വന്നിട്ട് എന്തായി കാണത്തില്ല, നല്ലതാണെന്ന് തോന്നി കാണില്ല, ചേട്ടൻ തിരിച്ചു പോയി. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട്, ഭംഗിയെന്ന് വെച്ചാൽ ഒരുപാട് ലാവിഷായിട്ട് എൻ്റെ അടുത്ത് ചിലവാക്കാനുണ്ടോന്നല്ല പറഞ്ഞത്, പക്ഷേ ആ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു ഇതിൽ നിന്ന് മാറി എനിക്ക് എൻ്റെ കാര്യങ്ങൾ കുറച്ചെങ്കിലും ഒരു എന്താ പറയുക, ഒരു ലെവലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ സത്യമായിട്ടും അത് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം മാത്രമേ പറ്റി. ഞാൻ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുമെന്നൊന്നും പറയില്ല, പക്ഷേ എനിക്ക് അത്യാവശ്യ കാര്യത്തിനുള്ള
ഒരു എമൗണ്ട് ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വേറൊരാൾ യു കെയിലേക്ക് പോയാൽ നിങ്ങളുടെ കാര്യം തീർന്നു, പിന്നെ ഒന്നും ആലോചിക്കാനില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് അത് ഡിഫറൻ്റ് ആയിരിക്കും. എനിക്ക് ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇവിടെ വരുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വേറെ രീതിയിലായിരിക്കാം. അതുകൊണ്ട് എല്ലാവരെയും അടിച്ചാക്ഷേപിച്ച് പറയുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് അഭിപ്രായം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാര്യം ഷെയർ ചെയ്യാം. പക്ഷെ വേറൊരാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നത് നുണയാണ് എന്ന് പറയാതിരിക്കുക. അപ്പം ഞാൻ അത്രേ ചെയ്തോളൂ. യു കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറേ പേരെടുക്കുന്നു യു കെ വന്നിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഇപ്പം ഞാൻ പറയാം, എനിക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്ക് നാട്ടിൽ കടവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം എൻ്റെ വീട്ടുകാരെ നോക്കാനില്ല, ആരെയും നോക്കാനില്ല. എനിക്ക് ഒറ്റയ്ക്ക് മാത്രം അല്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മാത്രം മതിയെങ്കിൽ എനിക്ക് സേവ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും. പക്ഷേ ഞാൻ സേവ് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ എനിക്ക് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. എനിക്ക് ഇപ്പോൾ ഇത്ര പൈസ അവിടെ കൊടുക്കാനുണ്ട്, ഇത്ര പൈസ ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പം വേറെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് സേവ് ചെയ്യാൻ പറ്റാത്തത്. അപ്പം അതൊന്നും നോക്കാനില്ലെങ്കിൽ എനിക്ക് എന്തായാലും പൈസ സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. നേഴ്സായിട്ട് ഇവിടെ വന്ന എൻ്റെ കാര്യമാണേ ഞാൻ പറയുന്നത്. ഇനിയിപ്പം ഇത് പറഞ്ഞിട്ട് നീ നുണ പറയുക, നിനക്ക് അങ്ങനെ പറയുന്നത് വെറുതെ കള്ളത്തരം പറയുക, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും. അതായത് ഞാൻ സ്കിൽഡ് വർക്കർ വിസയിലാണ് വന്നത്, നേഴ്സായിട്ടാണ് വന്നത്. ഇവിടെ വരാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് പൈസ ഒന്നും ചിലവായിട്ടില്ല. ചിലപ്പം നാട്ടിൽ നിന്ന് ലോണൊക്കെ എടുത്ത് സ്റ്റുഡൻറ്റ് വിസയിൽ ഒത്തിരി പൈസയൊക്കെ കൊടുത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് ഡിഫറൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നാട്ടിൽ തന്നെ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പറയുന്നത്. അതുപോലെ ഈ കെയർ ഹോമിലൊക്കെ നിൽക്കുന്നവരും കുറച്ച് അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല. കുറച്ച് പേര് എനിക്കറിയാവുന്ന കുറച്ച് പേരുടെ കാര്യങ്ങൾ മീൻസ് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് യു കെയിൽ വന്നത് മോശമായിപ്പോയി അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. എൻ്റെ കാര്യങ്ങൾ വൃത്തിയായിട്ട് നടത്താൻ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറൊരാൾ പറയുന്ന അഭിപ്രായം കേട്ട് തീരുമാനം എടുക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ വേറൊരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യാം, നമ്മളെക്കുറിച്ചൊന്ന് ആലോചിക്കാം. നമ്മൾ ഏത് സിറ്റുവേഷനിലാണ്, നമ്മളെക്കൊണ്ട് പറ്റുമോ, അങ്ങനെ ചിന്തിച്ചാൽ മതി. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് കള്ളത്തരമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം എന്നെ അറിയുന്നവർ ആണെങ്കിൽ ചിലപ്പോൾ അത് പറയത്തുമില്ലായിരിക്കും. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു ഞാൻ പറഞ്ഞ പോലെ വീട് വെക്കണം എന്നുള്ളത്. അത് ഞാൻ ചെയ്തു. ഓഫ് കോഴ്സ് ലോൺ എടുത്തിട്ടാണ് വീട് വെച്ചത്. അല്ലാതെ ഇവിടെ വന്ന് ഞാൻ ആ പൈസ സേവ് ചെയ്ത് വെച്ച് അങ്ങനെയൊന്നും ഉണ്ടാക്കിയതല്ല. ലോൺ എടുത്തിട്ട് തന്നെയാണ് ഞാൻ വീട് വെച്ചത്. പക്ഷേ അതിൻ്റെ അടവ് അടയ്ക്കാൻ എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് അടച്ച് പോവാം എന്നുള്ളൊരു എന്താ പറയുക, ഒരു ഹോപ്പ് എനിക്കുണ്ട്. പിന്നെ ഞാൻ ഒന്ന് പറയാം, എൻ്റെ കല്യാണം ഞാൻ നടത്തി. അത് ഞാനിവിടെ വന്നിട്ട് അത്യാവശ്യം കുറച്ച് പൈസ സേവ് ചെയ്തു. അത് വെച്ചിട്ടാണ് ഞാൻ കല്യാണം നടത്തിയത്. അപ്പോൾ കല്യാണത്തിൻ്റെ പേരിൽ എനിക്ക് വലിയ കടങ്ങളൊന്നുമില്ല. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഇപ്പം നാട്ടിലായിരുന്നെങ്കിൽ പിന്നെ വേറൊരു ലോൺ എടുത്ത് അങ്ങനെയൊന്നും നടത്തേണ്ടി വന്നില്ലല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ യു കെയിൽ വന്നതിൽ എന്താ പറയുക, വിഷമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വിഷമിക്കത്തില്ല. അതുകൊണ്ട് തന്നെ യു കെയിലേക്ക് ആരെങ്കിലും വരുമ്പോൾ അവർക്ക് വന്നാൽ നല്ലതായിരിക്കുമെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഇറ്റ് ഡിപ്പെൻസ്. അവരുടെ സാഹചര്യം അനുസരിച്ച്, അവർക്ക് കിട്ടുന്ന ഓപ്ഷൻസ് അനുസരിച്ച് അത് മാറും. പിന്നെ എല്ലാവരോടും പറയുന്ന പോലെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം നല്ലപോലെ നടക്കും. അത്രയേ ഉള്ളൂ. വേറെ എന്താ പറയുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. കാരണം നിങ്ങൾ ആക്ട് ചെയ്യുക, ക്യാമറേൻ്റെ മുമ്പിലിരുന്ന് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് യൂട്യൂബിൽ നിന്ന് 5 പൈസ കിട്ടുന്നില്ല. എനിക്ക് ആ ഒരു വീഡിയോ ഒരാൾക്കെങ്കിലും ഹെൽപ്പ് ആവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പം ഈ വീഡിയോയും ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. എനിക്ക് യു കെ വന്നിട്ട് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.